ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നുള്ളത് ഡൽഹി ആഗ്ര എങ്ങനെ കുറഞ്ഞ ബഡ്ജറ്റിലായി പോയി വരാം എന്നുള്ളതാണ്. നിങ്ങളെല്ലാവരും റീൽസ് കണ്ടുവന്നവരായിരിക്കും. വെറും 2000 രൂപക്കായിരുന്നു നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഫുഡ് ഇൻക്ലൂഡ് അല്ലാതെ ബാക്കി കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആയിട്ടാണ് 2000 രൂപേന്റെ പ്ലാൻ ആണ്, പാക്കേജ് അല്ല ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോ പോവാം. അപ്പൊ ഇപ്പൊ വെക്കേഷൻ ആണ് വരാൻ പോകുന്നുള്ളത്. അപ്പൊ എല്ലാവരും പ്ലാൻ ചെയ്യുന്നുണ്ടാവും ഡൽഹി ആഗ്രയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. എനിക്ക് കുറെ DMs വന്നിട്ടുണ്ടായിരുന്നു എങ്ങനെ കുറഞ്ഞ ചെലവിൽ പോകാന്നുള്ളതൊക്കെ. അപ്പോൾ നമുക്ക് കേരളത്തിൽ നിന്ന് ഡെയിലി ട്രെയിൻസ് അവൈലബിൾ ആണ്, അതല്ലാതെ സ്പെഷ്യൽ ട്രെയിൻസും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ജനറൽ ക്ലാസ്സിലാണ് പോകുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, സ്പെഷ്യൽ ട്രെയിൻ മാത്രം എടുക്കുക. ഡൽഹി പോകുന്നുള്ളത് മംഗലാലക്ഷദ്വീപ് ട്രെയിൻ ആണ്, അതെടുക്കാതെ സ്പെഷ്യൽ ട്രെയിൻ മാത്രം എടുക്കുക നിങ്ങൾ ജനറൽ പോകുന്നുണ്ടെങ്കിൽ. അല്ല സ്ലീപ്പറിലാണെങ്കിലും സ്റ്റോപ്സ് കൂടുതലാണ്. ഏതില് ഡെയിലി ട്രെയിൻ ആയിട്ടുണ്ട് മംഗലാലക്ഷദ്വീപിൽ. ബാക്കിയെല്ലാം നമുക്ക് മാംഗ്ലൂർ ജംഗ്ഷൻ വിട്ടാൽ ഒരു 12-13 സ്റ്റോപ്സേ ഉണ്ടാവുള്ളൂ. ഇതിലാണെങ്കിൽ മംഗളാലാണെങ്കിൽ 32-33 സ്റ്റോപ്സ് വരുന്നുണ്ട്. പിന്നെ 6 hours കൂടുതലാണ്. അപ്പൊ ട്രെയിൻ എടുക്കുന്ന ഏറ്റവും നല്ലത് എന്താ വെച്ചാൽ സ്പെഷ്യൽ ട്രെയിൻ ഉണ്ടാവും. ഏകദേശം എല്ലാ ദിവസവും സ്പെഷ്യൽ ട്രെയിൻ ഉണ്ട്. 2 ദിവസം സ്പെഷ്യൽ ട്രെയിൻ ഇല്ലാതെ ഉള്ളൂ. അപ്പൊ അതെടുക്കാൻ നോക്കാം. പിന്നെ അതല്ലാതെ ഞാൻ ഇപ്പൊ പ്ലാൻ പറഞ്ഞിട്ടുള്ളത് 8 ദിവസത്തെ പ്ലാനാണ്. പ്ലാൻ എന്ന് വെച്ചാൽ ലോ ബഡ്ജറ്റ് ആയിട്ട്, ഏറ്റവും ലോ ബഡ്ജറ്റ് ആയിട്ട് പോകാൻ എങ്ങനെ പറ്റും എന്നുള്ളതാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ ആയിരിക്കും, ബസ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതല്ലാതെ റൂം ഞാൻ പറഞ്ഞിട്ടുള്ളത് ചീപ്പ് റേറ്റിനുള്ള റൂമാണ്. അപ്പൊ ഞാൻ ഇപ്പൊ പ്ലാൻ പറഞ്ഞുതരാം എങ്ങനെയെന്നുള്ളത്. പ്ലാന് PDF ഇട്ടിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. PDF കാണാം. PDF ഡൗൺലോഡ് ചെയ്താൽ പ്ലാന് നിങ്ങൾക്ക് ലോ ബഡ്ജറ്റ് ആയിട്ടുള്ള പ്ലാന് അതിലുണ്ടാവും. ഞാൻ ഡൽഹി ആഗ്ര പോകുന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ബാക്കിയൊക്കെ. അപ്പൊ നിങ്ങൾ ഡൽഹി പോവാണെങ്കിൽ റൂം എടുക്കേണ്ടത് ഒന്നെങ്കിൽ പഹർഗഞ്ച് മാർക്കറ്റിൽ എടുക്കാം. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷന്റെ പുറത്ത് തന്നെയാണ് പഹർഗഞ്ച് മാർക്കറ്റ്. അവിടെ പോയി ബാർഗെയിൻ ചെയ്ത് എടുത്താൽ ചീപ്പ് റേറ്റിന് കിട്ടും. അതല്ലാതെ നിങ്ങൾ ഓൺലൈൻ ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എയർപോർട്ട് റോഡിലൊക്കെ നല്ല റൂംസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഡൽഹിയിലെത്തിയാൽ ശ്രദ്ധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, ഇങ്ങനത്തെ പോക്കറ്റ് അടിയും കാര്യങ്ങളൊക്കെ നല്ല കൂടുതലാണ്. അപ്പൊ നല്ല പോലെ ഒരു സ്ലിംഗ് ബാഗ് കാര്യങ്ങളൊക്കെ എടുത്ത് മൊബൈലും കാര്യങ്ങളൊക്കെ അതിൽ വെക്കണം. ഏറ്റവും സേഫ് ആയിട്ട് വെക്കണം, നമ്മുടെ നാട്ടിലെ പോലെയല്ല. പിന്നെ എവിടെ പോയാലും എന്തായിരിക്കും, തോപ്പിക്കലായിരിക്കും. എവിടെ പോയാലും പറ്റിക്കലായിരിക്കും. അതുകൊണ്ട് നല്ലപോലെ ശ്രദ്ധിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം. ഓട്ടോ കയറുകയാണെങ്കിൽ തന്നെ, ടാക്സി എടുക്കുകയാണെങ്കിൽ തന്നെ ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യണം, പ്രൈസ് അവരെ കൊണ്ട് ഉറപ്പിച്ച ശേഷം നിങ്ങൾ ഇതാക്കാൻ നോക്കാം. ഫസ്റ്റ് അവർ ഒരു 100 രൂപ 200 രൂപ പറയും. എന്നാൽ അവിടെ വെച്ചിട്ട് അവർ പറയും പെർ പേഴ്സൺ ആണ് പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ ഡൽഹി മെട്രോ ഫുൾ കണക്റ്റഡ് ആണ്. എല്ലാ ടൂറിസ്റ്റ് പ്ലേസിലേക്കും ഡൽഹി മെട്രോ കണക്റ്റഡ് ആണ്. ജമാ മസ്ജിദ് ആയാലും റെഡ് ഫോർട്ട് ആയാലും കുതുബ് മിനാർ, ലോട്ടസ് ടെമ്പിൾ, എല്ലായിടത്തേക്കും ഡൽഹി മെട്രോ അവൈലബിൾ ആണ്, കണക്റ്റഡ് ആണ്. അപ്പോൾ ഫുൾ ട്രാൻസ്പോർട്ടേഷനും ഡൽഹി മെട്രോയിൽ തന്നെ പോവാം. പിന്നെ ആഗ്ര പോവാണെങ്കിൽ തന്നെ ആഗ്ര പോയി സ്റ്റേഷന്റെ പുറത്ത് തന്നെ നിങ്ങൾ കുറെ റിക്ഷക്കാരും ബാക്കി കാര്യങ്ങളൊക്കെ എല്ലാവരും വരും. അപ്പൊ അതെടുക്കാൻ നിങ്ങൾ ഊബർ എടുക്കാൻ നോക്കുക. ഊബർ എല്ലായിടത്തും ഉണ്ട്. ഡൽഹിയിലാണെങ്കിൽ ഊബർ നല്ലതാണ്. അതല്ലാതെ ആഗ്രയിലാണെങ്കിൽ ഏറ്റവും നല്ലത് ഊബറാണ്. ഊബർ എടുക്കാം. പിന്നെ താജ്മഹലിന്റെ അടുത്തായിട്ട് തന്നെ സ്റ്റേ സെറ്റ് ചെയ്യാൻ നോക്കാം. ഒരു 150-200 രൂപക്ക് പെർ ഹെഡ് നല്ല റൂംസും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പൊ ഞാൻ പ്ലാൻ ഒന്ന് ബ്രീഫ് ആയിട്ട് പറഞ്ഞുതരാം. ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത് ഇതിന്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, ഡൗൺലോഡ് ചെയ്ത് കാണാം. പിന്നെ അതല്ലാതെ ഇപ്പൊ ജസ്റ്റ് ഒന്ന് ബ്രീഫായി ഒന്ന് പറഞ്ഞുതരാം. അപ്പൊ ആദ്യം കേരളത്തിൽ നിന്ന് ഡൽഹിയിലോട്ട് ട്രെയിൻ കയറാം. ഫസ്റ്റ് ഡേ, 3rd ഡേ ആകുമ്പോഴേക്കും നിങ്ങൾ ഡൽഹിയിലെത്തും. രാവിലെ അല്ലെങ്കിൽ ഉച്ചക്കായിട്ട് ഡൽഹിയിലെത്തും. അന്നത്തെ ഡേ ഡൽഹിയിൽ സ്റ്റേ അടിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ കാണാം. രാത്രി ആകുമ്പോഴേക്കും ജമാ മസ്ജിദ് സ്ട്രീറ്റ് ഫുഡ് കാര്യങ്ങളൊക്കെ അടിക്കാം. എന്നിട്ട് പിറ്റേ ദിവസം മോർണിംഗ് രാവിലെ തന്നെ ആഗ്രയിൽ പോവാം. ആഗ്രയിൽ പോയിട്ട് സ്റ്റേഷന്റെ അവിടെ തന്നെ ഓട്ടോ എടുത്ത് ഇവിടെ പോവാം താജ്മഹലും ആഗ്ര ഫോർട്ടൊക്കെ കറങ്ങി തിരിച്ച് വൈകിട്ടാകുമ്പോഴേക്കും തന്നെ ഡൽഹിയിലേക്ക് എത്താം. അന്ന് രാത്രിയും ബാക്കിയുള്ള സ്ട്രീറ്റ് ഫുഡ് കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാം. പിന്നെ 2 ദിവസം സ്റ്റേ അടിക്കാം. ഡൽഹിയിൽ തന്നെ സ്റ്റേ അടിക്കാം. പിറ്റേ ദിവസം ബാക്കി കാര്യങ്ങളൊക്കെ എല്ലാം കാണാം. യൂസ് ചെയ്യേണ്ടത് പ്ലാനിൽ ബസ്സാണ് യൂസ് ചെയ്യുന്നത്. ബസ്സാണ് നമുക്ക് ചീപ്പായിട്ടുള്ളത്. മെട്രോ ആണെങ്കിലും കുഴപ്പമില്ല, എല്ലായിടത്തും കണക്ടിവിറ്റി ഉണ്ട്. 2 days കാണാം. എന്നിട്ട് പിറ്റേ ദിവസം 2 days കഴിഞ്ഞ് നേരെ തിരിച്ച് നാട്ടിലേക്ക് കയറാം. നാട്ടിലേക്ക് ഒരു 1.5 ദിവസം എടുക്കും. അപ്പോൾ ടോട്ടൽ 8 ദിവസം കൊണ്ട് നമുക്ക് ഡൽഹി ആഗ്രയൊക്കെ കവർ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ഡൽഹിന്റെ മെയിൻ സ്പോട്സും പിന്നെ ആഗ്രയിൽ താജ്മഹലും ആഗ്ര ഫോർട്ടാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ബാക്കി കുറെ കാര്യങ്ങളൊക്കെ കാണാനുണ്ട് ആഗ്രയിലും ഡൽഹിയിലൊക്കെ. അത് കുറെ ടൈം എടുക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നോട് വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ പറ്റുന്നതാണ്. എൻ്റെ അക്കൗണ്ട് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നോക്കിയാൽ വാട്സപ്പ് നമ്പറാണ്. ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ അടുത്ത ലോ ബഡ്ജറ്റ് ആയിട്ടുള്ള പ്ലാൻ എവിടത്തേക്ക് വേണമെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.
അപ്പോൾ അതിനനുസരിച്ചിട്ട് ഞാൻ വീഡിയോ ഉണ്ടാക്കുന്നതാണ്. പിന്നെ എന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്യാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, വാട്സപ്പ് മെസ്സേജ് അയച്ച് ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ കമൻറ്റിൽ ഒന്ന് പറഞ്ഞാൽ മതി. ഞാൻ അതിലുള്ള റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ലോ ബഡ്ജറ്റ് വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.